Donald Trump controls Narendra Modi. Narendra Modiയെ നിയന്ത്രിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. How do I know? Because Narendra Modi signed the US-India deal. അത് എനിക്ക് എങ്ങനെ അറിയാം? കാരണം നരേന്ദ്രമോദി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പുവെച്ചു. No Indian Prime Minister could sign this deal without being compromised. വിട്ടുവീഴ്ച ചെയ്യാത്ത, ഒത്തുകളിക്കാത്ത ഒരു പ്രധാനമന്ത്രിക്കും ഇങ്ങനെ ഒരു വ്യാപാര ഉടമ്പടി ഒപ്പുവെക്കാൻ സാധിക്കില്ല. He gave away Indian agriculture. He gave away our energy security. He gave away our data, and he committed that he will buy 9.5 lakh crore products from the United States. ഇന്ത്യയുടെ കാർഷിക മേഖല അമേരിക്കയ്ക്ക് നൽകി, ഇന്ത്യയുടെ മുഴുവൻ ഡേറ്റയും വിവരശേഖരവും അമേരിക്കയ്ക്ക് നൽകി, ഇന്ത്യയുടെ മുഴുവൻ ഊർജ്ജ സുരക്ഷയും അമേരിക്കയ്ക്ക് നൽകി. അതുമാത്രമല്ല, ഓരോ വർഷവും 9.5 ദശലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കൊള്ളാം എന്ന ഉറപ്പും നൽകി. First Prime Minister in Indian independence history that has allowed American farmers to directly sell their product in India. ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അമേരിക്കൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ അനുമതി നൽകിയ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. First Indian Prime Minister who told the American president that I will not buy oil from anybody without your permission. നിങ്ങൾ സമ്മതിക്കാത്ത, നിങ്ങളുടെ അനുമതി ഇല്ലാത്ത ഒരു രാജ്യത്തിൽ നിന്നും ഞാൻ എണ്ണ വാങ്ങിക്കില്ല എന്ന് അമേരിക്കയിലെ പ്രസിഡന്റിന് ഉറപ്പ് നൽകിയ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. American taxes went to zero. Indian taxes were raised. അമേരിക്കയുടെ നികുതിയും തീരുവയും പൂജ്യമായപ്പോൾ ഇന്ത്യയുടെ തീരുവ കൂട്ടുകയാണ് ചെയ്തത്. What did India get? Absolutely nothing. എന്താണ് ഇന്ത്യക്ക് കിട്ടിയത്? തീർത്തും ഒന്നും കിട്ടിയിട്ടില്ല. What did America get? Indian agriculture, Indian data, Indian energy security, and 9.5 lakh crore products from America to be sold in India. പക്ഷെ അമേരിക്കയ്ക്ക് എന്താണ് കിട്ടിയത്? ഇന്ത്യയുടെ ഡേറ്റ, ഇന്ത്യയുടെ വിവരശേഖരം, ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥ, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ, അതുപോലെ തന്നെ 9.5 ദശലക്ഷം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാനുള്ള അനുമതി. Two reasons. രണ്ട് കാരണങ്ങളുണ്ട്. First reason, Epstein. ആദ്യത്തെ കാരണം എപ്സ്റ്റീൻ ആണ്. Second reason, Adani. രണ്ടാമത്തെ കാരണം അദാനി. Donald Trump knows that Narendra Modi is fully compromised by his relationship with Epstein and his relationship with Adani. ഡൊണാൾഡ് ട്രംപിന് പൂർണ്ണമായി അറിയാം നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ എപ്സ്റ്റീനുമായും അദാനിയുമായുള്ള ബന്ധം കാരണം പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും എന്ന് ഡൊണാൾഡ് ട്രംപിന് അറിയാം. And that is why he publicly says that I can destroy Narendra Modi's career anytime I want. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറയുന്നത്, ഏത് സമയം വിചാരിച്ചാലും എനിക്ക് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്. He publicly says that when I call Narendra Modi and he picks up the phone, he says, yes sir. ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പറയും, ഞാൻ നരേന്ദ്രമോദിയെ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് അദ്ദേഹം പറയും, yes sir. Imagine the Indian Prime Minister calls Donald Trump sir. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിനെ സർ എന്ന് വിളിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. The reason he is compromised.